ഫിയാത്തിന്റെ ഗ്രേറ്റ് ഗാദറിംഗ് ഓഫ് മിഷൻസിന്റെ വേദിയിൽ ഇന്ന് നമ്മോട് കൂടെ ഉള്ളത് കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ മാർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. പിതാവെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഫിയാത്തിന്റെ പാട്രൺ ആംബ്രോസ് പിതാവാണ്. എങ്ങനെയാണ് ഫിയാത്തിന്റെ ഈ ഒരു മിഷൻ എക്സ്പോയെ നോക്കിക്കാണുന്നത്? ഫിയാത്ത് എന്ന വാക്ക് തന്നെ നമുക്ക് ഒരുപാട് ദൈവാനുഗ്രഹം നൽകുന്ന വാക്കാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ആ വാചകം, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38-ലെ ആ വാക്യം, അത് യഥാർത്ഥത്തിൽ ദൈവത്തോട് ഞാൻ തയ്യാറാണെന്ന് പറയുന്ന വാക്ക്, അത് നമ്മെ സംബന്ധിച്ച്, എല്ലാവരെയും സംബന്ധിച്ച് ആ വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ആദ്യന്തസിൻ്റെ വത്തിക്കാൻ്റെ കാഴ്ചപ്പാട് എടുക്കുമ്പോൾ മാമോദിസ മുങ്ങിയ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് ഈ ദൈവാനുഭവം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ദൈവത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ഫിയാത്തിൻ്റെ മിഷനിൽ പ്രവർത്തിക്കുന്ന നിരവധി അൽമായരുണ്ട്, നിരവധി സന്യസ്തരുണ്ട്, മെത്രാന്മാരുണ്ട്. ദൈവമക്കളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഈ ഒരു വലിയ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോകം മുഴുവൻ ക്രിസ്തുവിനെ കൊടുക്കുക എന്നുള്ളൊരു ദൗത്യം ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക. അത് സ്നേഹത്തിൻ്റെ മിഷനാണ്. ഈ മിഷനാണ് ഫിയാത്ത്. അതുകൊണ്ട് തന്നെ പറയാൻ പറ്റും, ഫിയാത്ത് മിഷൻ അത് ഈ ലോകം മുഴുവനായിട്ട് പ്രചരിക്കേണ്ടത്, അല്ലെങ്കിൽ എല്ലാവരെയും ശക്തിപ്പെടുത്തേണ്ട ഒരു വലിയ സന്ദേശം തന്നെയാണ്. ഓക്കെ, ഈ കാലഘട്ടത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ എന്തെല്ലാം ചലഞ്ചസ് ആണ് ഭാരതസഭ നേരിടുന്നത്? ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ 142 കോടി ജനങ്ങൾ, ഈ മക്കളെ എല്ലാവരെയും ദൈവിക പദ്ധതി മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് പറയുന്ന വാചകം പ്രത്യേകം നമ്മൾ ഓർക്കേണ്ടതാണ്. നമ്മൾ 2.3% അല്ലെങ്കിൽ നമുക്ക് പറയാം മാക്സിമം 3% ഉള്ള ക്രിസ്ത്യൻസിനെ എടുക്കുകയാണെങ്കിൽ എത്രമാത്രം നമുക്ക് നമ്മെ തന്നെ കൊടുക്കുവാനായിട്ട്, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമുക്കറിയാം, ചിലപ്പോഴൊക്കെ നമ്മളെ പല രീതിയിലും നമ്മളെ അപമാനത്താലോ അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്തലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഭീഷണിയോ ഇതുപോലെയുള്ള ഒരു ജീവിതത്തിൽ മറ്റ് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ പറയാനുള്ളത് ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 32-ലെ വാക്യമാണ്. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട. ചെറിയ അജഗണമായിരുന്നു അന്ന് അപ്പോസ്തലന്മാരുടെ സമയത്ത്. ഈ 12 പേരെ, ഇത്രയും പേരെ എങ്ങനെ ശക്തിപ്പെടുത്തി കർത്താവ് അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ കഴിവ്, ദൈവത്തിൻ്റെ ശക്തിയിൽ നമ്മളൊന്ന് ധൈര്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഏത് പ്രതിസന്ധിയും അത് പ്രതിസന്ധി അല്ലാത്ത വിധത്തിൽ പരിഹരിക്കാൻ സാധിക്കും. നമ്മുടെ എല്ലാവരുടെയും ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ ക്രിസ്തുവിനെ കൊണ്ട് നിറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാവരെയും മാമോദിസ മുക്കുക എന്നുള്ള വിധത്തിലല്ല, നല്ല മനുഷ്യരായിട്ട് ജീവിക്കുക, സ്നേഹത്തിൻ്റെ സന്ദേശം ലോകത്തിന് മുഴുവൻ കൊടുക്കുക എന്നുള്ളതാണ്. ആയതിനാൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്ന, എനിക്ക് തോന്നുന്നത് 364 തവണയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഭയപ്പെടേണ്ട എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തിനാ? മേഫോബു ശിഷ്യന്മാരെ വിളിക്കും, അല്ലെങ്കിൽ പ്രവാചകന്മാരെ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട് ഭയപ്പെടേണ്ട. നമ്മൾ ഭയപ്പാടില്ലാതെ, നമ്മളുടെ ലക്ഷ്യം അത് കൃത്യമായിരിക്കണം. ഞാൻ ആരെ പ്രചരിപ്പിക്കാൻ പോകുന്നു, ഞാൻ ആരെ പ്രഘോഷിക്കാൻ പോകുന്നു, ഞാൻ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു, ക്രിസ്തുവെ അല്ലാതെ മറ്റൊന്നും എനിക്ക് ആവശ്യമില്ല. ആ ഒരു ചിന്തയിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഒരു പ്രതിസന്ധിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിതാവെ, ഇന്നത്തെ യുവാക്കൾക്കായിട്ടും കുട്ടികൾക്കായിട്ടും ശാലോം ന്യൂസിലൂടെ അവർ കൂടുതലായിട്ട് മിഷൻ പ്രവർത്തനത്തിലേക്ക് വരാനായിട്ട് എന്ത് മെസ്സേജാണ് കൊടുക്കാൻ ആയിട്ട് സാധിക്കുക? നമ്മളെല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സന്ദേശം, ക്രിസ്തു തന്നെ ഒരു ചെറുപ്പക്കാരനാണ്, യുവാവാണ്. യുവാവായ ക്രിസ്തുവിന് 3 വർഷം കൊണ്ട് നിരവധി മനുഷ്യരെ അടുപ്പിക്കുവാനായിട്ട് സാധിച്ചു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സറിഞ്ഞ് അവരോട് കൂടി ആയിരിക്കുവാനായിട്ട് ക്രിസ്തുവിന് സാധിച്ചു. ചെറുപ്പക്കാരോട് ചേർന്ന് നടക്കുക, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് പുളിമാവാകാനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടെയൊക്കെ ചെറുപ്പക്കാരുടെ അടുത്ത് നിന്ന് അവരോട് പക്ഷം ചേർന്നുകൊണ്ട്, എന്നാൽ ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് അവരോട് കൂടെ ആയിരിക്കുക പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ ഈ മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 14-15 ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്ന വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹി കോൾഡ് whom he loved to be with him. അവൻ്റെ കൂടെ ആയിരിക്കുവാനായിട്ട് ഇഷ്ടപ്പെട്ട് വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യുവജനങ്ങളെ ഇഷ്ടപ്പെടുക,
രണ്ടാമത് കൂടെ ആയിരിക്കാൻ വിളിക്കുക, കൂടെ ആയിരിക്കുക, അതിനുശേഷം അയക്കപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിലുള്ള സന്ദേശങ്ങളോ ജീവിത ആദർശങ്ങളോ ഒക്കെ ചെറുപ്പക്കാർ കൊടുക്കുവാനായിട്ട് നമുക്ക് ആദ്യം സാധിക്കണം. അങ്ങനെയെങ്കിൽ അത് വൈദികരോ സന്യസ്തരോ മാത്രമല്ല, നമ്മളുടെ യുവജനങ്ങൾ, പ്രത്യേകിച്ച് മാമോദിസ മുങ്ങിയ എല്ലാവരുടെയും ദൗത്യമാണ്. ഒരു ടീം വർക്ക് വരണം കുടുംബത്തിൽ. നമുക്ക് ഈ മക്കളെയൊക്കെ ശരിയായ രീതിയിൽ അവരെ ഉൾക്കൊള്ളുവാനായിട്ട്, അവരുടെ കാഴ്ചപ്പാടുകളൊക്കെ മനസ്സിലാക്കുവാനൊക്കെ ഒരു കുറച്ചുകൂടി ഉണർവ് നമുക്ക് ആവശ്യമാണ്. യുവജനങ്ങളുടെ കാര്യം അങ്ങനെ. രണ്ടാമത് കുഞ്ഞുങ്ങളാണ്. ഏറ്റവും നിഷ്കളങ്കരായ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യൻ്റെ കുഞ്ഞുങ്ങളാണ്. നിഷ്കളങ്കര് കുഞ്ഞുങ്ങൾ എൻ്റെ അടുക്കൽ വരുവാൻ അവരെ അനുവദിക്കുമെന്നാണ് പറയുന്നത്. ഈ കുഞ്ഞുങ്ങളോടൊക്കെ അവരോട് സ്നേഹത്തിൻ്റെ സന്ദേശം മാത്രമേ പറയാനുള്ളൂ. അവരെയൊക്കെ ഒന്ന് ചിലപ്പോൾ ഒന്ന് താലോലിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ താലോലിച്ചുകൊണ്ട് അവരെയൊക്കെ ചേർത്ത് പിടിക്കുമ്പോൾ എനിക്കറിയാം കുഞ്ഞുമക്കൾ പെട്ടെന്ന് എൻ്റെ അടുത്തൊക്കെ ഓടി വരാറുണ്ട്. കാരണം വേറെ ഒന്നും പറയാറില്ല, അവരോട് ഒരു സാന്ത്വനത്തിൻ്റെ ഒരു വാക്ക്. ഇങ്ങനെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഒരു ടച്ചിങ് ഇതൊക്കെ വഴിയായിട്ട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തോടെ അവരെയൊക്കെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവിൻ്റെ സന്ദേശം കൊടുക്കുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പഴയ നമ്മളുടെ മതബോധന പുസ്തകങ്ങളിൽ കുഞ്ഞുങ്ങളെയൊക്കെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ചിത്രമാണ് നമ്മളെല്ലാവരും. അപ്പോൾ നമ്മുടെ കുടുംബത്തിൽ കൂടുതൽ മക്കളുണ്ടാവണം. അതാണ് പാപ്പ പറയുന്ന സന്ദേശം. അത് തന്നെയാണ്. മക്കൾ വേണ്ട, മക്കളുടെ ഈ ജീവിതം ആവശ്യമില്ല, അല്ലെങ്കിൽ മക്കൾ വേണ്ട എന്നുള്ള വിധത്തിൽ നിന്നുള്ള ഒരു ചിന്ത, അല്ലെങ്കിൽ കുടുംബം വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്നൊക്കെ നമ്മൾ അതിനെയൊക്കെ ഒന്ന് മാറ്റിയിട്ട് കുടുംബം വേണം, മക്കൾ വേണം, മക്കളുടെ സംസാരവും അവരുടെ പൊട്ടിച്ചിരിയൊക്കെ ഉണ്ടാവണം എന്നുള്ള ആ ഒരു ബോധ്യം കൂടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഇത്രയും നേരം ശാലോം ന്യൂസിലെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് തന്റെ വിലയേറിയ സമയം ചെലവഴിച്ചത് കോട്ടപ്പുറം രൂപതയുടെ മെത്രാൻ മാർ ആംബ്രോസ് പുത്തൻവീട്ടിൽ പിതാവാണ്. പിതാവെ, കൂടുതലായിട്ടും പിതാവിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രേക്ഷകരെല്ലാവരും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പിതാവ് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ഷാലോം ടിവിയിൽ എല്ലാവർക്കും ദൈവവചനം കൂടുതൽ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. നിങ്ങൾക്ക് കൂടുതൽ ശക്തി പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു.